പാലക്കാട്ടെ ഇർഷാദ് കൊലപാതകത്തിൽ ഒന്നാം പ്രതി സാജൻ പോലീസ് കസ്റ്റഡിയിൽ. ഇന്നലെയാണ് മണ്ണാർക്കാട് ബവറേജസ് പരിസരത്ത് വെച്ച് ഇർഷാദ് കൊല്ലപ്പെട്ടത്. രണ്ടാം പ്രതി ഗഫൂർ നേരത്തെ പിടിയിലായിരുന്നു. വിഷ്ണു പ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, പ്രകോപനമില്ലാതെ നടന്ന ഒരു കൊലപാതകം, ഒരു അടിപിടി, ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചു, പിന്നീട് അത് കൊലപാതകമായി മാറുന്നു. ഇപ്പോൾ ഒരാൾ പിടിയിലായി. ഇപ്പോൾ കേസിലെ ഒന്നാം പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിശദാംശമാണ് വിഷ്ണു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത്? ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിൽ വെച്ച് ഇർഷാദ് എന്ന യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്നത്. ആളുകളെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഇതിനുശേഷം ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത 2 പ്രതികളും ബൈക്കിൽ കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള സാജനെയാണ് ഇപ്പോൾ അല്പം മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പ്രദേശമായ കൈതച്ചിറയിൽ നിന്നുമാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. ഇപ്പോൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലാണ് സാജൻ ഉള്ളത്. ഇനി നാളെ മറ്റു തിരിച്ചറിയൽ ഈ പ്രതികളെ കൊണ്ടുപോയി മറ്റു ആളുകളുമായി കാണിച്ച് തിരിച്ചറിയൽ അടക്കം നടപടികൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഗഫൂറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും ആണ് ഗഫൂറിനെ പോലീസ് ഇന്ന് രാവിലെയോടെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വിവരവും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ആളുകൾ എല്ലാം നോക്കി നിൽക്കെ ഒരു പ്രകോപനവുമില്ലാതെ, അതായത് ഇവർ മദ്യം വാങ്ങാൻ എത്തിയതായിരുന്നു ഈ സാജനും അതുപോലെ തന്നെ ഗഫൂറും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇർഷാദ് ഒരു വെള്ളം വിൽപ്പന നടത്തുന്ന ഒരു ആളുമായി സംസാരിച്ച് നിൽക്കുന്നു. ഇതിനിടയിൽ ഇവർ വന്ന് ഇയാളിൽ നിന്ന് വെള്ളം വാങ്ങുകയും ഈ വെള്ളം വിൽപ്പനക്കാരിൽ നിന്ന് വെള്ളം വാങ്ങുകയും തുടർന്ന് അവിടെ ഒരു വാക്കേറ്റമുണ്ടായി. ഇതിൽ ഇർഷാദ് ഇടപെടുകയായിരുന്നു. അപ്പോഴാണ് ഇവർ കയ്യിൽ കരുതിയിരുന്ന ബിയർ കുപ്പി പൊട്ടിച്ച് ഇർഷാദിനെ ആദ്യം തലക്കടിക്കുകയും പിന്നീട് കഴുത്തിൽ വെച്ച് കുത്തുകയുമാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇർഷാദ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പ്രതികൾ 2 പേരും ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടുവരികയെ ഇന്നിപ്പോൾ വൈകിട്ട് രാത്രിയോടെ ഈ സാജന്റെ കൈതച്ചിറ സ്വദേശിയായിട്ടുള്ള സാജന്റെ വീട്ടുപരിസരത്തിൽ നിന്നുമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പട്ടാപ്പകൽ ഒരു മനുഷ്യനെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊന്ന കേസിലെ 2 പ്രതികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഒരാൾ റിമാൻഡിലാണ്, മറ്റൊരാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നുള്ള വിശദാംശമാണ് വിഷ്ണു പ്രകാശ് പങ്കുവയ്ക്കുന്നത്.